അത് നല്ലൊരു എക്സ്പീരിയൻസ്. അത് നമ്മൾ ചെയ്തതിൽ എനിക്ക് കൂടുതൽ ഇത് ചാലഞ്ചിങ് ആയിട്ടുള്ളത് ഒരു ആനയുടെ കംപ്ലീറ്റ് ആനയുടെ ഷേപ്പ് ചെയ്തിട്ട് അത് വെട്ടുന്നതായിട്ടൊരു സീൻ. ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആയിരുന്നു. ഷൈൻ ടോം ചാക്കോയെ വെച്ചിട്ട് നോ ഡ്രഗ്സ് എന്നുള്ള മെയിൻ മെസ്സേജ്. ഏതോ ഒരു ഫിനാൻഷ്യൽ ഇതിൽ കമ്പനി സാലറി ഒന്നും തരാണ്ട് ഞങ്ങൾ സ്ട്രഗിൾ സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് ലൈഫിൽ കഷ്ടപ്പെട്ട സമയങ്ങളൊക്കെ ഉണ്ട്. തമിഴിലെ വീരപ്പന്റെ ഒരു വലിയ സീരീസ് വന്നിരുന്നു. അതെ അതെ. അത് ചെയ്യാനും കുറച്ച് ഒരുപാട് വർക്കിന്റെ ആവശ്യവും ഒക്കെ ഉള്ളതായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായിട്ടും. അത് വീരപ്പൻ്റെ ഒരു ഡോക്യുമെൻ്ററി വെബ് സീരീസ് ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ തന്നെ കുറേ ഡോക്യുമെൻറ്റ്സ് നമുക്ക് കിട്ടി. നക്കീരൻ ഗോപാൽ സാറായിരുന്നു വൺ ഓഫ് ദ പ്രൊഡ്യൂസർ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഓൾറെഡി ഡാറ്റാസ് ഉണ്ടായിരുന്നു, റിസോഴ്സ് വെച്ചിട്ട് പുള്ളിയാണല്ലോ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തത്. അപ്പോൾ ആ ഫുട്ടേജ് വെച്ചിട്ട് അത് ഡോക്യുമെൻ്ററി സീരീസ് പോലെ നമ്മൾ ചെയ്തത്. അതിൽ ഞങ്ങൾ സെയിം സ്ഥലത്ത് പോയിട്ട് സത്യമംഗലം കാട്ടി പോയിട്ട് ഷൂട്ട് ചെയ്തു. സെയിം സ്ഥലത്ത് സെയിം ആൾക്കാർ, വീരപ്പനുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ടായിരുന്നു, വീരപ്പൻ്റെ ഓപ്പോസിറ്റ് ആൾക്കാരുണ്ടായിരുന്നു, പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, ആ സമയത്തുള്ള പത്രക്കാരുണ്ടായിരുന്നു. അവരൊക്കെ വെച്ചിട്ട് അവരുടെ ഇൻ്റർവ്യൂസും ഒക്കെ ഉള്ള ഒരു 6 എപ്പിസോഡുള്ള ഒരു സീരീസ് ആയിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ്. അത് നമ്മൾ ചെയ്തതിൽ എനിക്ക് കൂടുതൽ ഇത് ചാലഞ്ചിങ് ആയിട്ടുള്ളത് ഒരു കംപ്ലീറ്റ് ആനയുടെ ഷേപ്പ് ചെയ്തിട്ട് അത് വെട്ടുന്നതായിട്ടൊരു സീൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കാട്ടിൽ ചെയ്തിട്ട് ബ്ലഡൊക്കെ ആയിട്ട് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരു 5:30 മണിയൊക്കെ ആയപ്പോൾ ഫോറസ്റ്റ് ഓഫീസർക്ക് അതുവഴി വന്ന് കണ്ട് ഞെട്ടി, നിങ്ങൾ ഇതൊക്കെ ഇവിടെ ലൈവായിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇത് റിയലാണ്, ഞങ്ങൾക്ക് ഇഷ്യൂ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പ്രഷർ ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും അങ്ങനെ കുറേ പുള്ളിയുടെ ഒരു 100-200ഓളം ആന കൊമ്പുകൾ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അടുക്കി വെച്ചു. ഇതൊക്കെ കണ്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ ആകെ പരിഭ്രാന്തി ചെയ്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും, അതുകൊണ്ട് പെട്ടെന്ന് നീക്കം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അവാർഡാണ് ആ സമയത്ത് സ്പോട്ടിൽ. വലിയൊരു അവാർഡുകളാണ്. കാരണം അവരിതെല്ലാം യഥാർത്ഥത്തിൽ കണ്ടിട്ടുള്ളവരാണ്. അത് ഇത് കണ്ടിട്ട് വീണ്ടും ഒറിജിനൽ എന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പണിഷ്മെൻറ്റ് കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സീരീസ് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അത് നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്തതാണ്. ആ റെഫറൻസ് വെച്ചിട്ട് നമ്മുടെ സൈക്കിളിൻ്റെ ഡൈനമോ വെച്ചിട്ട് ഷോക്ക് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ അത് റെഫറൻസ് ചെയ്തിട്ട് ആ റെഫറൻസും ഇമേജുകളൊക്കെ നമുക്ക് പുള്ളി തന്നിരുന്നു. അതനുസരിച്ച് സെയിം അതേ റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ റിലീസാവാനിരിക്കുന്ന പുതിയ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ മലയാളത്തിൽ റിലീസാവാനുള്ളത് ബാംഗ്ലൂർ ഹൈ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ്, BK പ്രകാശ് സാറിൻ്റെ ഡയറക്ഷൻ. അത് നമ്മൾ ബാംഗ്ലൂരാണ് കംപ്ലീറ്റ്ലി ചെയ്തത്. ഷൈൻ ടോം ചാക്കോ ലീഡാണ് അതിൽ. നമ്മുടെ റോയ് സാറാണ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്, പുള്ളിയാണ് പ്രൊഡ്യൂസർ. അതെ, അത് നല്ലൊരു എൻ്റെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആയിരുന്നു. ഷൈൻ ടോം ചാക്കോയെ വെച്ചിട്ട് നോ ഡ്രഗ്സ് എന്നുള്ള മെയിൻ മെസ്സേജ്. സോ ഷൈൻ ടോം ചാക്കോയെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ വെറൈറ്റിയും കൂടെ. ആനിമേഷൻ രംഗത്ത് നിന്നാണ് ഈ പ്രൊഡക്ഷൻ ഡിസൈനിലേക്കൊക്കെ വരുന്നത്. അതെ. ഈ ആനിമേഷൻ കാലത്തെ ആനിമേഷനിൽ എങ്ങനെ എത്തപ്പെട്ടു? ആനിമേഷൻ അന്ന് എനിക്ക് തോന്നുന്നു അന്നൊക്കെ ആനിമേഷൻ വളരെ കുറച്ച് ആൾക്കാർ പഠിക്കുന്ന ഇതിലേക്ക് തിരിയാനുള്ള കാരണം ആനിമേഷനിലേക്ക്. ആക്ച്വലി ഫൈൻ ആർട്സ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ടെക്സ്റ്റൈൽ ഡിസൈനറായിട്ട് ഈ റോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മലയാളം ന്യൂസ് പേപ്പറിൽ, മനോരമയാണോ മാതൃഭൂമിയാണോ ഓർമ്മയില്ല, അതിൽ ഇതുപോലെ അനിമേഷൻ പഠിക്കാം, സീഡിറ്റിൽ അനിമേഷൻ പഠിക്കാം എന്നൊരു ആഡ് കാണി, അത് അപ്ലൈ ചെയ്തു. ആ സമയത്ത് എനിക്ക് അനിമേഷനെ പറ്റി വലിയ ധാരണയില്ല. നമ്മൾ ആകെപ്പാടെ കാർട്ടൂണുകൾ ആ സമയത്ത് സൺഡേസിൽ ദൂരദർശനിൽ വരുന്ന കാർട്ടൂണുകൾ കണ്ടിട്ട് ഉള്ള ഇതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് സീഡിറ്റിൽ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർ എന്ന് വെച്ചാൽ മലയാളീസ് മാത്രമല്ല, ആൾ ഓവർ ഇന്ത്യയിൽ നിന്നാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആകെപ്പാടെ അതിൽ 10 സീറ്റേ ഉള്ളൂ ആൾ ഓവർ ഇന്ത്യയിൽ. ഇത് NID സിലബസാണ് എന്നൊക്കെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. കുറേ കണ്ടമാനം പേരുണ്ട് അവിടെ. അപ്പോൾ ഞാൻ അപ്പോഴേ ഉറപ്പിച്ചു ഇതെന്തായാലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ എക്സാം എഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ എക്സാമിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് എക്സാമിൽ ഓരോ ചോദ്യങ്ങളുമാണ്. അപ്പോൾ അതിൽ സെൽഫ് പോർട്രേറ്റ് നമ്മൾ 70s എങ്ങനെ ഉണ്ടാവും, നമ്മുടെ ഓൺ സെൽഫ് പോർട്രേറ്റ് വരിക. ഡ്രോയിങ്ങിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഒരു പാനൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സാഹിത്യകാരന്മാർ, നമ്മൾ മനസ്സിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ പാനലുണ്ട്, പ്രകാശ് മൂർത്തി. അപ്പോൾ ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ അതിന് നമ്മൾ ആ സമയത്ത് വന്ന ഉത്തരങ്ങൾ അപ്പോൾ പറഞ്ഞതും അവസാനം വായിച്ച ബുക്ക് ഏതാണെന്ന് ചോദിച്ചതും അതൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ എക്സാമൊക്കെ പോയി. അപ്പോൾ ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു തിരിച്ച് ഞാൻ ഈ റോഡിലേക്ക് വണ്ടി കയറി, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അത് അഡ്മിഷൻ വരും എന്നുള്ളത്. ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കോൾ വരുന്നത്, ഇതുപോലെ സീഡിറ്റിൽ അനിമേഷൻസ് സെലക്ട് ആയിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിൻ്റെ റീസൺ അന്വേഷിച്ചപ്പോൾ ആ കാറ്റഗറിയിൽ അവർക്ക് 10 പേര് മതി. അപ്പോൾ ആരോ 1-2 പേര് വരാതെ ഉള്ള വേക്കൻസിയിൽ പിന്നെ വന്നപ്പോൾ 17-ാമതോ 18-ാമതോ ആയിരുന്നു ഞാൻ. അപ്പോൾ അവരൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ 2 മാസം കൊണ്ട് ലേറ്റായത്. അങ്ങനെ ലേറ്റായിട്ടാണ് ഞാൻ ജോയിൻ. ആക്ച്വലി അനിമേഷൻ്റെ ഒരു ക്ലാസ് നടക്കുന്ന സമയത്താണ്, മ്യൂസിയത്തിൽ ക്ലാസ് നടക്കുന്ന സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്.
ക്ലാസ്സിൻ്റെ ഒരു 2 മന്ത് ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അവിടെ ജോയിൻ ചെയ്തു. അത് വളരെ അധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ആൾക്കാർ, കുറേ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള അന്യ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ, കുറേ അന്യ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ, ആ ഒരു എക്സ്പോഷർ എനിക്ക് ആദ്യമായിട്ടാണ് അത് കിട്ടിയത്. ആ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആക്ച്വലി ലൈഫിൽ. അധ്യാപകർ, NID എന്നുള്ള അധ്യാപകർ, റാമോഹൻ സാർ, നീന സബ്നാനി, പ്രകാശ് മൂർത്തി, അങ്ങനെ കുറേ പേര്. അപ്പോൾ അവരുടെയൊക്കെ മാസ്റ്റർ ക്ലാസ്സുകൾ, വർക്ക്ഷോപ്പുകൾ, ഇതൊക്കെ ലൈഫിൽ കുറേ സിനിമകൾ കാണാൻ പറ്റി. സത്യത്രയുടെയൊക്കെ ഫിലിംസൊക്കെ ഞാൻ ആദ്യം കാണുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ ഇൻസ്പയറായി. അപ്പോൾ വർക്കും കുറേയധികം അനിമേഷൻ വർക്കുകൾ, അനിമേഷൻ എന്താണെന്നുള്ളത് പഠിച്ചത് അവിടെ നിന്നാണ്. അവിടെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ആക്ച്വലി പ്രോജക്റ്റ് ഫിലിം ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തു. 1 minute 30 second ഷാഡോ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന എൻ്റെ സിനിമ. ഞാനും പ്രതാപ് ശർമ്മ എന്ന് പറഞ്ഞിട്ട് കൽക്കട്ടയിൽ നിന്നുള്ള കൂടെ പഠിച്ച ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന സിനിമയ്ക്കാണ് അവാൻഗയിൽ ഇൻ്റർനാഷണൽ അവാർഡ് ആ സമയത്ത് 2004 കിട്ടുകയും പിന്നീട് അടുത്ത വർഷത്തെ ജൂറി മെമ്പറായിട്ട് ഞങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ എൻ്റെ ഒരു ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവിടുന്ന് കിട്ടിയ ഒരു കുറേ സുഹൃത്ത് ബന്ധങ്ങളില്ലേ സിനിമയിൽ? അതെ. പിന്നെ അവിടുന്ന് അവരെല്ലാവരും സിനിമയിലേക്ക് പോകുന്നവരായിരിക്കും. അതെ. ആ സുഹൃത്ത് ബന്ധങ്ങളെ എങ്ങനെയാണ്? അതെ, അത് ഇപ്പോഴും ഞങ്ങൾ ആ സുഹൃത്ത് ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് ജോണിയായിട്ടൊക്കെ ഞങ്ങൾ ഇപ്പോഴും തുടർന്ന് സംസാരിക്കാറുണ്ട്. വർക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ജോണി, ഷമീർ, സുമേഷ്, എല്ലാവരും ഓരോ സിനിമ എന്നല്ല പല മേഖലകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിലെ തുടക്കം അല്ലെങ്കിൽ ആനിമേഷനൊക്കെ കഴിഞ്ഞ് ഇതിലേക്ക് വരുന്ന സമയത്ത് കുറേ നാൾ ബാംഗ്ലൂർ ജീവിതങ്ങളും എല്ലാം ഉണ്ട്. അതെ. ആ ജീവിതത്തിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അത് ആക്ച്വലി അനിമേഷൻ ഫിലിം ഡിസൈനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് അപ്ലൈ ചെയ്തു. ഞാൻ, ഷമീർ, ജോണി, ടിമ്മി ഇമേജസ് ചെയ്യുന്ന ഒരു അനിമേഷൻ കമ്പനിയിൽ ജോയിൻ ചെയ്യും. ഞങ്ങളങ്ങനെ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആയി. അത് ഞങ്ങളൊരു നല്ല പീരീഡായിരുന്നു ആക്ച്വലി, ബാച്ചിലേഴ്സ് ടൈം. അപ്പോൾ അവിടെ നമ്മളൊരു ഓസ്ട്രേലിയൻ സീരീസിന് വേണ്ടിയിട്ട് നമ്മൾ ഓസ്ട്രേലിയൻ സീരീസ് അനിമേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ക്യാരക്ടർ ഡിസൈൻ ചെയ്യുക, അനിമേഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ ലൈഫ് ഒരു ഏകദേശം 1.5 വർഷത്തോളം ഞങ്ങളിവിടെ വർക്ക് ചെയ്തു. വർക്ക് ചെയ്തതിന് ശേഷം ഏതോ ഒരു ഫിനാൻഷ്യൽ ഇതിൽ കമ്പനി സാലറി ഒന്നും തരാണ്ട് ഞങ്ങൾ സ്ട്രഗിൾ സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് ലൈഫിൽ കഷ്ടപ്പെട്ട സമയങ്ങളൊക്കെ ഉണ്ട്. ഒരു സമോസ മാത്രം കഴിച്ച് ഒരു ദിവസം കഴിച്ചു കൂട്ടുക എന്നൊക്കെയുള്ള ടാസ്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കടന്നിട്ടാണ്, അതെ, അത് കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. മറ്റേ ഈ കോടമ്പാക്കത്തെ വെള്ളം കുടിച്ച് ജീവിച്ച അതുപോലൊരു കാലം ഉണ്ടായിരുന്നു.